തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദൈവം വഴി നടത്തിയെന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. പ്രത്യേകിച്ച് അത് ഏത് രീതിയിലാണെങ്കിലും, ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ വൈസ് ആയിക്കോട്ടെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, കർത്താവ് ഞങ്ങളെ വചനത്തിൽ പറയുന്ന പോലെ ദൈവം തനിക്ക് തൻ്റെ ചേർന്ന ഇണയെ ദൈവം തരുമെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ദൈവം ഇങ്ങനെ ഓരോ സമയത്തും ദൈവം കൂട്ടി ഇണക്കിയത് വളരെ മനോഹരമായിട്ട് ഞങ്ങളിപ്പം ഓർക്കുകയാണ്. സുവിശേഷ വേലയിലേക്ക് ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർത്തു എന്നതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ വൈസിൽ പോലും കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം, ഈവൻ ഞങ്ങളുടെ പ്രൊഫഷൻ ഉപയോഗിച്ച് എങ്ങനെ കർത്താവിന് മഹത്വം കൊടുക്കാം എന്നൊരു കാര്യം ഞങ്ങൾ ദൈവത്തിന് അതിയായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ എല്ലാം ഞങ്ങൾ കടന്നുപോയ സ്ട്രഗിളിൽ പോലും ഞങ്ങൾക്ക് യാതൊരു കുറവോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരുത്താതെ ദൈവം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതിലോർത്ത് ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും എനിക്കിപ്പോഴും ബോധ്യമുണ്ട്, കാരണം ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ ഒരു തുടക്കമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇനിയും ഒരുപാട് മേഖലയിലേക്ക് കർത്താവിനെ എത്തിക്കാനും ദൈവരാജ്യം എത്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഈശോയുടെ സ്വർഗാരോഹണ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞു പോയ കാര്യം ഇതായിരുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. കാരണം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവരാജ്യം എത്തിക്കുക. ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവരാജ്യം എല്ലാവരിലേക്കും എത്തട്ടെ.